ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത്തേതായ സ്നേഹത്തെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നു യേശു തമ്പുരാൻ്റെ ജീവിതം തന്നെ സ്നേഹമാണ്. ജീസസ് എന്ന വാക്കിന് വേറൊരു അർത്ഥം കൊടുക്കുവാൻ പറഞ്ഞാൽ ഒരുപക്ഷെ കണ്ണുമടച്ച് നമുക്ക് പറയാൻ സാധിക്കും ലവ് എന്ന വാക്ക്, സ്നേഹം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് യേശു തമ്പുരാൻ പറഞ്ഞ വാക്കുകളിലെ ശ്രേഷ്ഠമായ ഒരു വാക്കായിട്ട് തോന്നുന്നത്. കൂട്ടുകാരന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും പറയുന്നു, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലോ, ഞാൻ എന്തായി തീർന്നാലോ, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് തമ്പുരാൻ്റെ ജീവിതത്തിൽ 38 വർഷമായി ബെത്സൈദ കുളക്കടവിൽ പക്ഷപാതം പിടിച്ചു കിടക്കുന്ന ഒരുവനെ കാണുന്നുണ്ട്. ആ ബെത്സൈദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഹൗസ് ഓഫ് മേഴ്സി എന്നാണ്. ആ 38 വർഷമായിട്ട് അവനോട് കരുണ കാണിക്കുവാൻ, അവനെ ഒന്ന് സ്നേഹിക്കുവാൻ, അവനെ ഒന്ന് ആശ്വാസമാകുവാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ക്രിസ്തു അവൻ്റെ വേദന കാണുകയാണ്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ളിടത്തെ ഇടം കൊടുക്കുകയുള്ളൂ, അപരൻ്റെ വേദന മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല എന്ന്. അപ്പോൾ യേശുവിലാകുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലാകുക എന്നുകൂടി ഒരർത്ഥമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുള്ള പരിശുദ്ധനായ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സ്നേഹത്തിൻ്റെ വലിയ മാതൃകയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഒരുപക്ഷെ അന്ന് വിയറ്റ്നാമിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ രാസായുധമൊക്കെ ഏറ്റ് നൂറുകണക്കിന് ആൾക്കാർ മരിക്കുന്നത് കാണുമ്പോൾ ആ വാർത്ത വായിക്കുന്ന തിരുമേനി കണ്ണുനീരോടുകൂടി പൊട്ടിക്കരയുകയാണ്. കുന്നംകുളത്ത് പ്ലേഗ് വരുമ്പോൾ അനേക ആൾക്കാർ മരിക്കുമ്പോൾ തിരുമേനി ആ പ്രദേശത്ത് പോയി അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടുകൂടി അവിടെ സൗഖ്യമാക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ മാതൃകയായ സ്നേഹത്തിൻ്റെ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവനേക്കാൾ വില തൻ്റെ സഹോദരൻ്റെ ജീവനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വെന്റിലേറ്റർ വേണ്ട എന്ന് വെച്ച വൈദികനും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേഴ്സുമാരെയൊക്കെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഓർക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് മറന്നു പോകരുത്. അപ്പം പാമ്പാടി തിരുമേനി ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ പിതാവിനെ പോലെയുള്ളവരെ ആയിത്തീരുക എന്നുള്ളത് വലിയ ഒരു വിളിയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വീണ്ടും തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ഇരുട്ടിൽ വസിക്കുന്നുവെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമുള്ള ഒരു ജീവിതമാണോ എന്ന് നമ്മൾ നയിക്കുന്നതെന്ന് നോക്കണമെങ്കിൽ അതിനുള്ള ഒരു കണ്ണാടി എന്ന് പറയുന്നത് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സ്നേഹമെന്ന് പറയുന്നത് സ്വാർത്ഥതയായി മാറുകയാണ്. എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള സ്നേഹം. പലപ്പോഴും കുടുംബജീവിതത്തിലും നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു. നമ്മൾ ആഴമായിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരെ സ്നേഹിക്കുന്നതിൽ കൂടി നമ്മൾ നമ്മെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒന്നും അന്വേഷിക്കുന്നതല്ല, ഒന്നും നേടുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ളതല്ല സ്നേഹം, മറിച്ച് കൊടുക്കുവാനുള്ളതാണ് സ്നേഹമെന്ന്. എനിക്ക് തോന്നുന്നതിനേക്കാൾ എന്നെ വേദപുസ്തകത്തിലൊക്കെ ഒത്തിരി സ്വാധീനിച്ച ഒരു കഥാപാത്രമാണ് മഗ്ദലനയിലെ മറിയ എന്ന് പറയുന്നത്. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃക കൂടിയാണ് ഈ മഗ്ദലന മറിയ. പടയാളികൾ കാവൽ നിൽക്കുന്ന ഖബറിൽ ക്രിസ്തുവിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി അതിരാവിലെ കടന്നു വരുന്ന മഗ്ദലന മറിയ. ഖലീൽ ജിബ്രാൻ അവളെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, പ്രത്യേകിച്ച് ആ കവിതയിൽ പറയുന്നത് ഇങ്ങനെയാണ്. മഗ്ദലന മറിയം പറയുകയാണ്, എൻ്റെ അടുക്കൽ വന്നവരെല്ലാവരും എൻ്റെ ശരീരത്തിൽ കൂടി അവരെ തന്നെയാണ് സ്നേഹിച്ചത്. ക്രിസ്തു ആകട്ടെ എന്നെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ജീവിതത്തിന് എനിക്ക് ഒരു പുതിയ മാനം തരുന്നത് യേശുക്രിസ്തു ആണെന്ന് പറയുകയാണ്. എൻ്റെ ശരീരത്തിനു അപ്പുറമായ ഒരു സ്നേഹം. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, തമ്പുരാനോട് തോട്ടക്കാരനാണെന്ന് വെച്ച് പറയുന്നു, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ പറയുക, ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാം. ഓർത്തു നോക്കുക, 3-ാമത്തെ ദിവസമാണ്, വലിയ നാറ്റവും ഒക്കെയുള്ള ശവശരീരമാണ്. പക്ഷേ അവൾ പറയുകയാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അവളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഒരുപക്ഷെ ഈ യേശു തമ്പുരാൻ്റെ കല്ലറയുടെ മുമ്പിൽ പടയാളികളുണ്ടെന്നോ, തനിക്കൊരു പക്ഷേ ജീവൻ നഷ്ടപ്പെടാമെന്നോ, അവിടെ വരുന്ന വലിയ കല്ലുകളൊന്നും അവൾക്ക് പ്രശ്നമില്ല, മറിച്ച് അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവളെ കാണുന്ന ഒരു വേളയിൽ യേശു തമ്പുരാൻ നേരത്തെ പറയുന്നുണ്ട്, ശീമോനെ
ഇവൾ അധികമായി സ്നേഹിച്ചുവല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ കാത്തിരിപ്പിൻ്റെ കാലയളവിലെ ആദ്യത്തെ പടിയായി സ്നേഹിക്കുവാൻ സാധിക്കണം. നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കുവാൻ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തെ ഒക്കെ സ്നേഹിക്കുവാൻ നമുക്ക് ഇടയാകണം. ആ സ്നേഹത്തിൻ്റെ കൊടി നമുക്ക് ഉയർത്താം. ആയതിന് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.